ഹായ് സ്റ്റുഡൻസ്, ഐ ആം പ്രിയ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഭാവിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ആദ്യമായി വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ആൾസോ പ്രസ് ബെൽ ഐക്കൺ ടു ഗെറ്റ് അപ്ഡേറ്റഡ് നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറി എന്നുള്ള ഹെഡിലെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇൻകംസ് ഓൺ റിട്ടയർമെന്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. When an employee retires from service or leaves a job or retrenched, he gets some benefits from his employer. These benefits are included in his salary after making some calculations. These benefits are: first one, gratuity, section 10, subsection 10. Second one, pension and commuted pension, section 10, subsection 10A. Third one, earned leave salary or earned leave, encashment of earned leave. Earned leave salary or encashment of earned leave, section 10, subsection 10AA. അടുത്ത പോയിന്റ്, റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ, സെക്ഷൻ 10, സബ്സെക്ഷൻ 10B. അടുത്തത്, കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെന്റ്, സെക്ഷൻ 10, സബ്സെക്ഷൻ 10C. ലാസ്റ്റ് വൺ, എമൗണ്ട് ഫ്രം പ്രോവിഡന്റ് ഫണ്ട്, സെക്ഷൻ 10, സബ്സെക്ഷൻ 11, സബ് ക്ലോസ് 12. ഈ 6 പോയിന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇൻകംസ് ഓൺ റിട്ടയർമെന്റ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്നുള്ള ഹെഡിലെ ഈ 6 പോയിന്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ വീഡിയോയിൽ ഓരോ പോയിന്റുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇൻകംസ് ഓൺ റിട്ടയർമെന്റ് അല്ലെ, ഒരു എംപ്ലോയി റിട്ടയർ ചെയ്യുമ്പോൾ ആ എംപ്ലോയിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് അവൈൽ ചെയ്യുന്നുണ്ട്, ആ ഓരോ ബെനിഫിറ്റ്സും എത്ര കണ്ടിട്ട് എക്സംപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ആ ബെനിഫിറ്റ്സ് എല്ലാത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രോബ്ലം റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓരോ ഹെഡുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ഗ്രാറ്റുവിറ്റി എന്താണ് അല്ലെ, നമുക്ക് ഓരോ പോയിന്റ് എന്താ ഗ്രാറ്റുവിറ്റി പറഞ്ഞാൽ, പാസ്റ്റ് സർവീസ് ചെയ്തല്ലേ കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷമായി കൂടുതൽ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയിക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് അല്ലെ. ദ റിവാർഡ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു ദ എംപ്ലോയി ഫോർ പാസ്റ്റ് സർവീസസ് അല്ലെ. പിന്നെ അടുത്തത് പെൻഷൻ ആൻഡ് കമ്മ്യൂട്ടഡ് പെൻഷൻ. പെൻഷൻ പറയുമ്പോൾ നമുക്ക് മന്ത്ലി പെൻഷൻ കിട്ടാം, അല്ലെങ്കിൽ നമ്മൾ അതിനെ കമ്മ്യൂട്ട് ചെയ്യാം, ലംസം എമൗണ്ട് ആയിട്ട് ലഭിക്കാം. അപ്പൊ അതിനെ നമ്മൾ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നു. അതിന്റെ ഡീലിങ്സ് എങ്ങനെയാണെന്ന് പറയുന്നു. ദെൻ ഏൺഡ് ലീവ് സാലറി അല്ലെങ്കിൽ എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് അല്ലെ, നമുക്ക് ഒരു വർഷത്തിൽ ഇത്ര ലീവ് ഉണ്ട്, ഓൾറെഡി നമുക്ക് അവൈൽ ചെയ്യാവുന്ന ലീവ് ഉണ്ട്, അത് നമ്മൾ എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇത്ര ലീവുകൾ നമുക്ക് എൻകാഷ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതെന്താണെന്നാണ് പറയുന്നത്. ദെൻ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനെ കുറിച്ച് പറയുന്നു. ദെൻ അടുത്തത് കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെന്റ്, VRS എടുത്താൽ നമുക്ക് സർവീസ് ഇനിയുണ്ട്, അതിന് മുമ്പ് നമ്മൾ VRS എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പറയുന്നു. ലാസ്റ്റ് വൺ, എമൗണ്ട് ഫ്രം പ്രോവിഡന്റ് ഫണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 4 ടൈപ്പ് ഓഫ് പ്രോവിഡന്റ് ഫണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെയൊക്കെയാണ് പ്രോബ്ലം ചെയ്യണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പർക്കിസിറ്റ്സിന്റെയും പ്രോവിഡന്റ് ഫണ്ടിന്റെയും പ്രോബ്ലംസ് കുറെ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ എൻ്റെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്ട്രാ പ്രോബ്ലംസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ അഡീഷണൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് തരാം. മനസ്സിലായോ? അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഇൻകംസ് ഓൺ റിട്ടയർമെന്റ് എടുക്കണം. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രാറ്റുവിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഗ്രാറ്റുവിറ്റി എന്നാണ് അടുത്ത് പറയുന്നത്. ഗ്രാറ്റുവിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 10, സബ്സെക്ഷൻ 10ലാണ് ഗ്രാറ്റുവിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രാറ്റുവിറ്റി ഈസ് ദ റിവാർഡ് ഗിവൺ ബൈ ദ എംപ്ലോയർ ടു ദി എംപ്ലോയി ഫോർ പാസ്റ്റ് സർവീസസ് പെർഫോംഡ് ബൈ ദി എംപ്ലോയി. കണ്ടിന്യൂസ് 5 years ഓർ മോർ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന റിവാർഡിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഗ്രാറ്റുവിറ്റി എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ 2 കേസ് ഉണ്ട്. കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. സെക്കൻഡ് വൺ, നോട്ട് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അതിൽ ഫസ്റ്റ് വൺ കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അതില് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. അതിൽ ഫസ്റ്റ് വൺ, ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി ഇത്ര കിട്ടി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. സെക്കൻഡ് പോയിന്റ്, ₹20 lakh. ഇത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ്. മനസ്സിലായോ? അവർ ഫിക്സ് ചെയ്താണ്.
അത് ഫിക്സഡ് എമൗണ്ട് ആണ്, ₹20 lakh. Then അടുത്തത് 15/26 into last drawn salary into completed years of service or part thereof in excess of 6 months. നമുക്ക് അതിന് എന്താ നമ്മൾ ഇതിൽ പറയുന്നത് വെച്ചാൽ 15 days salary for every completed year of service or part thereof in excess of 6 months എന്നാ പറയുക. അതിന് നമ്മൾ എങ്ങനെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതിയാണ്. അപ്പോൾ 15 days salary പറഞ്ഞു കഴിഞ്ഞാല് 15 ദിവസത്തെ സാലറി. അപ്പൊ 15/26 പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസത്തെ സാലറി അല്ലെ. അതിൽ സൺഡേ ഒഴിവാക്കിയിട്ട് ടോട്ടൽ ഒരു മാസം പറയുമ്പോൾ 30 ദിവസമാണ് അല്ലെ. അതിൽ 15 ദിവസത്തെ സാലറി പറഞ്ഞിട്ട് 15/26 എന്നതാണ്. കാരണം സൺഡേസ് ഒഴിവാക്കി ബാക്കിയുള്ള ദിവസം എടുത്തിരിക്കണം. അപ്പൊ 15/26 ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ സാലറി അല്ലെ. ലാസ്റ്റ് മന്ത് പ്രയർ ടു റിട്ടയർമെന്റ് മുമ്പിൽ നമുക്ക് എന്ത് സാലറിയാണ് ലഭിച്ച അത്. Then into completed year of service, എത്ര വർഷം നമ്മൾ സർവീസ് കംപ്ലീറ്റ് ചെയ്തു, ഓർ പാർട്ട് thereof in excess of 6 months, 6 മാസത്തിൽ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ഒന്നാക്കിയിട്ട് എടുക്കണം. മനസ്സിലായോ? ജസ്റ്റ് ഫോർ എക്സാമ്പിൾ 37 വർഷവും 9 മാസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിട്ട് എടുക്കണം? 38 വർഷമായിട്ട് നമ്മൾ എടുക്കണം. മനസ്സിലായോ? 6 മാസം അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ഒന്നാക്കി ട്രീറ്റ് ചെയ്യണം എന്നാണ് ആ പറഞ്ഞതിന് എക്സാമ്പിൾ. ക്ലിയർ ആയോ? അപ്പൊ 37 വർഷവും 4 മാസമാണെങ്കിൽ നമ്മൾ അതിന് എത്ര എടുക്കുള്ളൂ? 37 വർഷം മാത്രമേ എടുക്കുള്ളൂ. 6 മാസം അതിൽ കൂടണം. 6 മാസത്തിൽ കൂടിയാൽ മാത്രമേ നമ്മൾ ഒന്നാക്കിയിട്ട് എടുക്കുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ? ലാസ്റ്റ് ഡ്രോൺ സാലറി പറഞ്ഞാൽ ലാസ്റ്റ് മന്ത് പ്രയർ ടു റിട്ടയർമെന്റിന്റെ സാലറിയാണ് ലാസ്റ്റ് ഡ്രോൺ സാലറി വേണ്ടി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 15 days സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓഫ് പാർട്ട് thereof in excess of 6 months എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ 15/26 ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ സാലറി into completed year of service or part thereof in excess of 6 months പറഞ്ഞിട്ട് എഴുതുന്നു. ക്ലിയർ ആയ എല്ലാവർക്കും? ഇനി ഈ സാലറിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? സാലറിയിൽ ബേസിക് സാലറി ഇൻക്ലൂഡ് ചെയ്യും, ഡിയർനെസ് അലവൻസ് DA ഇൻക്ലൂഡ് ചെയ്യും, വെദർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓർ നോട്ട്, ആണെന്നോ അല്ലെന്ന് പറഞ്ഞാലും DA തന്നാൽ നമ്മൾ എന്തായാലും എടുക്കണം. മനസ്സിലായോ? ബാക്കിയുള്ള കേസുകൾ നമ്മൾ HR മറ്റുള്ള പർപ്പസിനൊക്കെ DAയിലെ ഈ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പറഞ്ഞാൽ മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ അതല്ല, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എടുക്കണം. ബേസിക് സാലറി DA എടുക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ നോൺ ഗവൺമെന്റ് എംപ്ലോയിന് 2 കേസ് ഉണ്ട്. കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടില് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് എക്സെപ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, 2 ₹20 lakh. അടുത്തത് 15/26 ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓഫ് പാർട്ട് thereof in excess of 6 months. ക്ലിയർ ആയല്ലോ? അത് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് പറയുമ്പോൾ 6 മാസത്തിൽ കൂടി ഒന്നാക്കി എടുക്കുന്നു. അല്ല, 6 മാസത്തിൽ കുറവാണെങ്കിൽ നമ്മൾ എത്ര വർഷമാണോ ആ വർഷം മാത്രമേ എടുക്കുള്ളൂ. 37 വർഷം 4 മാസം പറഞ്ഞാൽ 37 എടുക്കുള്ളൂ. 37 വർഷം 9 മാസം പറഞ്ഞാൽ 38 വർഷമായിട്ട് എടുക്കണം. അതാണ് എക്സാമ്പിൾസ്. ക്ലിയർ ആയ എല്ലാവർക്കും? സാലറിയിൽ DAയും വരും, ബേസിക് സാലറിയും വരും, DAയും വരും. ഇതാണ് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം. ഇത് കാണാതെ പഠിക്കുക, എന്നാൽ ഇതില് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണം. എന്നിട്ട് നോട്ട് കവേർഡ് ബൈ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, അതും എന്താ കേസ് പഠിച്ച ശേഷം ഈ 2 പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ തുറവാക്കി വെക്കുക. എന്താണ് ഗ്രാറ്റുവിറ്റി? ആ ഗ്രാറ്റുവിറ്റി ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുമ്പോൾ എക്സംപ്റ്റഡ് ആണ്, നോൺ ഗവൺമെന്റ് കിട്ടുമ്പോൾ ഏത് കേസാണെന്ന് ക്വസ്റ്റ്യനിൽ തരും, അതുപോലെ ട്രീറ്റ് ചെയ്തിട്ട് എടുക്കുക. അടുത്തത് നോൺ ഗവൺമെന്റ് എംപ്ലോയിയുടെ നോട്ട് കവേർഡ് ബൈ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണ്. അതില് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. അതില് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ₹20 lakh. അത് സെൻട്രൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് ലിമിറ്റ്. ദെൻ അടുത്തത് 1/2 1/2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓൺലി ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത് അല്ലെ. അപ്പൊ ഇവിടെ 1/2 month സാലറി അല്ലെ. 1/2 month സാലറി പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ആവറേജ് സാലറി ഫോർ 10 months immediately preceding the date of retirement for every completed year of service അല്ലെ. നമ്മൾ എന്നാണോ റിട്ടയർ ചെയ്ത് ആ റിട്ടയർ ചെയ്തതിന് തൊട്ട് മുമ്പത്തെ 10 മാസത്തെ സാലറികൾ എടുക്കുക അല്ലെ. അത് ആവറേജ് എടുക്കുക പറഞ്ഞാൽ എന്താണ്? ആ സാലറി കൂട്ടി ഡിവൈഡ് ബൈ 10 എഴുതി ആവറേജ് സാലറി നമുക്ക് കിട്ടുന്നു. അതാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? ഹാഫ് മന്ത് സാലറി, 1/2 month സാലറി. 1/2 ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത്. ആവറേജ് സാലറി പറഞ്ഞാൽ നമുക്കറിയാം, റിട്ടയർ ചെയ്ത തൊട്ടും 10 മാസത്തെ സാലറികളെ കൂട്ടി ഡിവൈഡ് 10 ചെയ്ത ആവറേജ് സാലറി കിട്ടും അല്ലെ. ആവറേജ് സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓൺലി പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ 37 വർഷവും 6 മാസം പറഞ്ഞാല് 37 വർഷം എടുക്കുള്ളൂ. ഫുൾ കംപ്ലീറ്റഡ് ഇയറേ നമ്മൾ എടുക്കുള്ളൂ. പാർട്ട് തന്നാൽ നമ്മൾ എടുക്കില്ല. മനസ്സിലായോ? 37 വർഷം 4 മാസം പറഞ്ഞാലും 37 എടുക്കുള്ളൂ. 37 വർഷം 9 മാസം പറഞ്ഞാലും 37 വർഷം എടുക്കുള്ളൂ. അപ്പൊ കംപ്ലീറ്റഡ് ഇയേഴ്സ് മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. ബാക്കിയൊന്നുമില്ല. അവിടെ 15/26 ഇൻറ്റു
മനസ്സിലായോ? കംപ്ലീറ്റഡ് ഇയർ ഓർ പാർട്ട് ദെയർ ഓഫ് എടുത്തു, ഇനി ലാസ്റ്റ് ഡ്രോൺ സാലറി എടുത്തു. ഇവിടെ ആവറേജ് സാലറിയാണ് നമ്മൾ പെർ മന്ത് ആണ് ഇവിടെ എടുക്കുന്നത്. അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇക്വേഷനിൽ 1/2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓൺലി ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത്. ആവറേജ് സാലറി എങ്ങനെ കാണും? നമ്മൾ പ്രയർ ടു റിട്ടയർമെന്റ് മന്തില് മുമ്പുള്ള 10 മാസം സാലറി എടുക്കുക. അതിന്റെ ആവറേജ് കാണുന്നത് എങ്ങനെയാണ്? ആ 10 മാസം സാലറി കൂട്ടുക ഡിവൈഡ് ബൈ 10 ചെയ്ത ആവറേജ് സാലറി പെർ മന്ത് നമുക്ക് കിട്ടും. മനസ്സിലായി? ഈ സാലറിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇവിടെ പറയണത്. ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണത് ബേസിക് സാലറി പ്ലസ് DA ഇഫ് ഗിവൺ അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പറഞ്ഞാൽ മാത്രമേ DA എടുക്കുള്ളൂ. മനസ്സിലായോ? ഇല്ലെങ്കിൽ എടുക്കില്ല. മറ്റേലും എടുക്കും, ഇവിടെ എടുക്കില്ല. അത് ഓർത്തുകൂടാ. പിന്നെ കമ്മീഷനും എടുക്കും. ഇവിടെ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ കമ്മീഷനും എടുക്കും. സാലറിയിൽ അപ്പോൾ 3 ഐറ്റം ഇവിടെ വരുന്നുണ്ട്. ബേസിക് സാലറി, DA ഇഫ് ഗിവൺ അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ എടുക്കുക, കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ ആണെങ്കിൽ എടുക്കുക. അതാണ് സാലറിയിൽ പറഞ്ഞത്. അപ്പൊ ആവറേജ് സാലറി എങ്ങനെ കാണും? ആവറേജ് സാലറി പറഞ്ഞാൽ ലാസ്റ്റ് 10 months ആവറേജ് സാലറി പ്രിസീഡിംഗ് ദ മന്ത് ഓഫ് റിട്ടയർമെന്റ്. മനസ്സിലായി? എന്നാണോ റിട്ടയർ ചെയ്യണം അതിന് മുമ്പത്തെ 10 മാസം സാലറികൾ എടുക്കാം. അല്ലെ? 10 മാസം സാലറി എടുത്തു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 10 കൊണ്ട് ചെയ്ത ആവറേജ് സാലറി നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് 10 മാസത്തിലെ ആവറേജ് സാലറി ഇതാണ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തരും. അപ്പൊ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അപ്പൊ നമ്മൾ ഓർക്കുക. അപ്പൊ ഗ്രാറ്റുവിറ്റിയിൽ ഒന്നുമില്ല. ഗ്രാറ്റുവിറ്റി എംപ്ലോയർക്ക് പാസ്റ്റ് സർവീസിന് കൊടുക്കണം റിവാർഡിനെയാണ് നമ്മൾ എന്ത് പറയണം? ഗ്രാറ്റുവിറ്റി പറയണത്. അല്ലെ? അപ്പൊ അത് ഗവൺമെന്റ് എംപ്ലോയീസിനാണെങ്കിൽ ഫുള്ളി ഡിഡക്റ്റബിൾ ആണ്. നോൺ ഗവൺമെന്റ് എംപ്ലോയീസിനാണെങ്കിൽ 2 കേസുണ്ട്. കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരമുണ്ട്, നോട്ട് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരമുണ്ട്. അല്ലെ? അതിൽ ഒന്നിലും മാറ്റൂല. മൂന്നാമത്തെ ഇക്വേഷൻ മാത്രമേ മാറ്റുള്ളൂ. ആദ്യത്തത് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, രണ്ടാമത്തത് ₹20 lakh. പിന്നെ കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ആക്ടിവിറ്റി ഇതില് 15/26 ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓഫ് പാർട്ട് ദെയർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ 1/2 ആണ്. ഹാഫ് പറയുമ്പോൾ അല്ലെ 15/30 ആണല്ലോ. 26 എന്ന് പറഞ്ഞിട്ടല്ലേ എടുത്തിരിക്കണം. 1/2 പറയുമ്പോൾ 15/30 ആണ്. 1/2 നമുക്ക് കിട്ടിയിരിക്കണം. 1/2 ഇൻറ്റു എന്ത് പറഞ്ഞിട്ടുണ്ട്? കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓൺലി, പാർട്ട് എടുക്കണില്ല, ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത് ആണ് ഇവിടെ എടുക്കുന്നത്. അവിടെ ലാസ്റ്റ് ഡ്രോൺ സാലറിയാണ്, ഇവിടെ ആവറേജ് സാലറി പെർ മന്ത് ആണ്. ആവറേജ് സാലറി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? റിട്ടയർ ചെയ്ത തൊട്ട് മുമ്പത്തെ 10 മാസം സാലറി എടുക്കുക. ആ സാലറി ഡിവൈഡ് ബൈ 10 ആണ് നമുക്ക് ആവറേജ് സാലറി വരുന്നത്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ നമുക്ക് ഗ്രാറ്റുവിറ്റിയുടെ കേസ്. ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയണത്. അതില് gratuity received. Gratuity is received from more than one employer in the same year. The aggregate amount of exemption shall not exceed ₹20 lakh. നമ്മുടെ സെക്കൻഡ് പോയിന്റില് എക്സംഷൻ ലിമിറ്റ് 20 lakh എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ എംപ്ലോയറുടെ നിന്ന് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്താലും അത് 20 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ആ ലിമിറ്റിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം. Then second point, gratuity is received from different employers in different years. The limit of ₹20 lakh will be reduced to the amount of gratuity which has been exempted earlier. ഇതും അതന്നെ പറയണത് അല്ലെ? ഒന്നിൽ കൂടുതൽ എംപ്ലോയർ പറയുന്ന ഡിഫറെന്റ് ഇയേഴ്സിൽ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്താലും എല്ലാവരുടെ കയ്യിൽ നിന്നാണെങ്കിലും അതും 20 ലക്ഷത്തിൽ കൂടാൻ പാടില്ല അല്ലെ? അതാണ് അവിടെ പറയണം. ഡിഫറെന്റ് ഇയേഴ്സിൽ കിട്ടിയാലും നമുക്ക് ആ 20 ലക്ഷത്തിൽ നിന്ന് കുറയണം, അല്ലാതെ അതിൽ കൂടാൻ ഒരിക്കലും പാടില്ല. മനസ്സിലായോ? മാക്സിമം നമുക്ക് ഈ 20 lakh എന്നുള്ള ലിമിറ്റ് ആയിരിക്കും നമ്മുടെ ആ സെൻട്രൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്ത ലിമിറ്റിൽ കൂടാൻ പാടില്ല. ദെൻ അടുത്തത് ഗ്രാറ്റുവിറ്റി പെയ്ഡ് വൈൽ ഇൻ സർവീസ് ഫുള്ളി ടാക്സബിൾ ആണ്. നമുക്ക് സർവീസിൽ ഇരിക്കുമ്പോൾ ഗ്രാറ്റുവിറ്റി കിട്ടിയാൽ അത് ടാക്സബിൾ ആണെന്നാണ് ഇവിടെ പറയണത്. അടുത്തത് എനി ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ ദ ലീഗൽ ഹയർസ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. അല്ലെ? എപ്പോഴാണ് ലീഗൽ ഹയർസിന് ഗ്രാറ്റുവിറ്റി കിട്ടുക? നമ്മള് മരിക്കുമ്പോൾ. നമ്മള് എംപ്ലോയി മരിച്ചു കഴിഞ്ഞാൽ ആർക്കായിരിക്കും അതിന്റെ റേറ്റ് ഉണ്ടാവുക? ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാൻ ലീഗൽ ഹെയർസിനാണ് അല്ലെ? അങ്ങനെ ലീഗൽ ഹെയർസ് ഗവൺമെന്റ് എംപ്ലോയിയുടെ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യണമെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. ഫോർ അതേഴ്സ്, മറ്റുള്ളവരുടെ നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ ഇറ്റ് ഷാൾ ക്വാളിഫൈ ഫോർ എക്സംഷൻ ഇൻ ദ സെയിം മാനർ ബട്ട് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറി. മറ്റുള്ള എംപ്ലോയീസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തില്ലേ 3 ലിമിറ്റിൽ എക്സംഷൻ ലിമിറ്റ് കാണില്ലേ? അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. ആ എക്സംഷൻ അത് എക്സംപ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള ടാക്സ് ചെയ്യണത് നമ്മൾ ഇൻകം ഫ്രം സാലറിയിലാണ് എംപ്ലോയി
ഉള്ളപ്പോൾ ചെയ്തത്. പക്ഷേ അയാൾ മരിക്കുമ്പോൾ ലീഗൽ ഹെയർസിനാണ് ഈ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യണമെങ്കിൽ എക്സ്റ്റൻഷൻ ലിമിറ്റ് ഒക്കെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തോളം കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ അത് ഏത് ഹെഡിലേ വരുള്ളൂ? ഇൻകം ഫ്രം അതർ ഹെഡിൽ, സോഴ്സസ് എന്നുള്ള ഹെഡിൽ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഗ്രാറ്റുവിറ്റി ലീഗൽ ഹെയർസ് റിസീവ് ചെയ്യണം അതർ എംപ്ലോയീസിന്റെ കേസിലാണെങ്കിൽ ദാറ്റ് വിൽ കം അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്, അഞ്ചാമത്തെ ഹെഡിൽ. മനസ്സിലായോ? അടുത്തത് ദി എംപ്ലോയി റിസീവിംഗ് ഗ്രാറ്റുവിറ്റി can apply for relief under section 89(1). എംപ്ലോയി ഏതെങ്കിലും പ്രീവിയസ് ഇയറിലെ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗ്രാറ്റുവിറ്റി അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ഗ്രാറ്റുവിറ്റി ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗ്രാറ്റുവിറ്റി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ടാക്സബിൾ സാലറി കൂടുമല്ലോ, അപ്പൊ ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യാം. എന്തിനു അപ്ലൈ ചെയ്യാം? റിലീഫിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഗ്രാറ്റുവിറ്റി കിട്ടിയത് കൊണ്ടാണ് നമ്മുടെ ടാക്സബിൾ സാലറി ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ഞങ്ങൾക്ക് റിലീഫ് തരണം. ടാക്സിംഗ് ഓഫീസർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. മനസ്സിലായോ? ഇതാണ് നമ്മൾ റിലീഫിന് വേണമെങ്കിൽ ഗ്രാറ്റുവിറ്റി അങ്ങനെ റിസീവ് ചെയ്ത എംപ്ലോയിക്ക് എന്തിനു അപ്ലൈ ചെയ്യാം? റിലീഫ് അണ്ടർ സെക്ഷൻ 89(1) അപ്ലൈ ചെയ്യാം. അതാണ് അവിടെ ഇത്രയും പോയിന്റ്സ് നമ്മൾ ഗ്രാറ്റുവിറ്റി പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർക്കുക അല്ലെ. നമ്മൾ ഇക്വേഷൻസ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം? വർക്ക്ഔട്ട് ചെയ്യാം. ഗ്രാറ്റുവിറ്റിയുടെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ. മിസ്റ്റർ ബാബു റിട്ടയർഡ് ഫ്രം സർവീസ് ഓഫ് എ company on 1st December 2019 after serving for 26 years and 8 months. The employer pays him a gratuity of rupees 8,70,000. His monthly basic salary at the time of retirement was rupees 32,000, DA rupees 16,000 and HRA rupees 2,000. Compute taxable gratuity if he is covered by the Payment of Gratuity Act 1972. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാറ്റഗറി ഉണ്ട് പറഞ്ഞു അല്ലെ. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ രണ്ട് കാറ്റഗറി ഉണ്ട് പറഞ്ഞു അല്ലെ. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് if he is covered under the Payment of Gratuity Act. Second one does not covered under the Payment of Gratuity Act. അതിലപ്പോൾ ആദ്യത്തെ കേസാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അതെന്താണെന്ന് ആദ്യം നമ്മൾ നോക്കണം. ആദ്യം ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംപ്റ്റ് എന്നുള്ളതിൽ ഫസ്റ്റ് പോയിന്റ് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. എത്രയാണ് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്? 8,70,000 ആണ് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. പിന്നെ സെക്കൻഡ് പോയിന്റ് rupees 20 lakh. സെൻട്രൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ലിമിറ്റ് 20 lakh ആണ്. മനസ്സിലായോ? അതെഴുതി. ഇനി തേർഡ് പോയിന്റ് 15 days സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് thereof in excess of 6 months എന്നാണ്. മനസ്സിലായോ? അപ്പൊ അതിൽ നമ്മൾ പറയണത് 15 days സാലറി. 15 days സാലറിയിൽ നമ്മൾ എങ്ങനെ എഴുതി? 15 divided by 26 എന്ന് എഴുതി. എന്തുകൊണ്ടാണ് 26 എന്ന് എഴുതിയത്? ഒരു മാസത്തെ 30 ദിവസമാണ്. അതിൽ സൺഡേസിനെ അവോയ്ഡ് ചെയ്തപ്പോൾ നമുക്ക് 26 ദിവസം. 15 days അല്ലെ. അപ്പൊ സാലറിയിൽ എന്തൊക്കെ വരാം? അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? സാലറിയിൽ എന്തൊക്കെ വരാം? സാലറിയില് ബേസിക് സാലറിയും വരും, DA വരും. DA പറഞ്ഞിട്ട് ഈ അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓർ നോട്ട് പറഞ്ഞാലും നമ്മൾ DA എടുക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ HRA നമുക്കിവിടെ എടുക്കണ്ട. പക്ഷെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ തന്നാണ് നമ്മൾ എടുക്കണ്ട. മനസ്സിലായോ? അപ്പൊ സാലറിയിൽ ഇത് രണ്ടും കൂടി കൂട്ടിയ 48,000 വരും. അതേ ഇൻറ്റു 15/26 ആണ്. ഇൻറ്റു എത്ര കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഉണ്ട് അല്ലെ. നമ്മൾ ഇക്വേഷൻ എങ്ങനെ പഠിച്ചത്? 15/26 ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് thereof in excess of 6 months എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ നമ്മള് 48,000 ഇൻറ്റു 15/26 ഇൻറ്റു എത്ര കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഉണ്ട്? 26 വർഷം 8 മാസം. 6 മാസത്തിൽ കൂടിയാ നമ്മള് റൗണ്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. അപ്പോ 27 വർഷമാക്കിയിട്ട് നമ്മൾ എടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടാ? ആ തേർഡ് പോയിന്റിന്റെ ആൻസർ കിട്ടാം. ആ മൂന്നെണ്ണത്തിൽ ഏതാണോ ലീസ്റ്റ് അതാണ് നമ്മൾ എന്ത് ചെയ്യണത്? എക്സംപ്റ്റ് ചെയ്യണത് അല്ലെ. എക്സംപ്റ്റ് ചെയ്യണത് ബാക്കി ടാക്സ് ചെയ്യണം. നമ്മൾ തന്ന പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ് എന്നാണ്. അതില് ഫസ്റ്റ് പോയിന്റ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് rupees 8,70,000. സെക്കൻഡ് പോയിന്റ് rupees 20 lakh അല്ലെ. സെൻട്രൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന 20 lakh. ദെൻ തേർഡ് പോയിന്റ് 15 days salary for each completed year of service or part thereof in excess of 6 months എന്നാണ് അല്ലെ. അപ്പൊ നമ്മള് ആദ്യം നമ്മൾ സാലറി എടുത്തു അല്ലെ. 15/26 എന്നതിന് പകരം നമ്മൾ സാലറി എടുത്തു. സാലറിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ബേസിക് സാലറിയും DAയും ഇൻക്ലൂഡ് ചെയ്യും അല്ലെ. DA ഇഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓർ നോട്ട് പറഞ്ഞാലും നമ്മൾ DA ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ നമ്മുടെ 32,000 പ്ലസ് 16,000 48,000 കിട്ടി. അപ്പൊ 48,000 സാലറി എഴുതി ഇൻറ്റു 15/26 അല്ലെ. 15 ദിവസം സാലറി 15 days ഡിവൈഡ് ബൈ 26 എഴുതാനുള്ള കാരണം അതിൽ 13 days
4 സൺഡേസ് നമ്മൾ ഒഴിവാക്കി ബാക്കി 26 ദിവസം ഇൻഡു അയാൾ എത്ര വർഷം സർവീസ് ചെയ്തു? 26 വർഷം 8 മാസം. അതിന് നമ്മൾ എന്തായിട്ട് എടുത്തു? 6 മാസത്തിൽ കൂടിയപ്പോൾ 27 വർഷമായിട്ട് അതിനെ എടുത്തു. അപ്പോൾ നമുക്ക് 48,000 ഇൻറ്റു 15/26 ഇൻറ്റു 27 പറയുന്നത് 7,47,692 ആണ്. അപ്പൊ ഈ 3 ലിമിറ്റിൽ ഏതാണ് ലീസ്റ്റ്? 7,47,692 അല്ലെ? അപ്പോ therefore rupees 7,47,692 is exempted. അപ്പോ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി കണ്ടുപിടിക്കാം? ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് മൈനസ് എക്സംഷൻ ലിമിറ്റ് അല്ലെ? എക്സംഷൻ ലിമിറ്റ് ഏതാണ്? 7,47,692. ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എത്രയാണ്? 8,70,000 മൈനസ് 7,47,692 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 1,22,308 അല്ലെ? 1,22,308 റുപ്പീസ് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, ഹി വാസ് നോട്ട് റിസീവ്ഡ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ഒരു പ്രോബ്ലം ആണ്. Mr. Chandran retired on 1st March 2020 after serving for 25 years in a private company to which the provisions of the Payment of Gratuity Act was not applicable. During the 10 months ending on 28 February 2020, he was drawing a monthly salary of rupees 65,000. He received a gratuity of rupees 9,23,800 from his employer. Compute the taxable gratuity. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ? അപ്പോൾ ഇയാളുടെ ഗ്രാറ്റുവിറ്റി ആക്ട് അപ്ലിക്കബിൾ അല്ല ഇയാൾക്ക് എന്നാ പറയണത്. ഇയാൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അയാൾ എത്ര വർഷം സർവീസ് ചെയ്തു? 25 വർഷം സർവീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ 10 മന്ത്സ് സാലറി, നമ്മുടെ ആവറേജ് സാലറി ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ 10 മന്ത്സ് ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്യൂറിംഗ് ദ 10 മന്ത്സ് എൻഡിങ് ഓൺ 20th February 2020 he was drawing a monthly salary 65,000 ആണ് അയാൾ ഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞു. അയാൾ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തു. അയാൾക്ക് എത്രയാണ്? 9,23,800. അപ്പൊ നമ്മുടെ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് മീൻസ് എക്സെപ്റ്റ് എന്നുള്ള ഹെഡിങ്ങിൽ ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ആണ് ഫസ്റ്റ് പോയിന്റ്. അത് rupees 9,23,800 ആണ്. സെക്കൻഡ് പോയിന്റ് സെൻട്രൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്യണ 20 lakh ആണ്. തേർഡ് പോയിന്റ് 15 days സാലറി അല്ലെ, ബേസ്ഡ് ഓൺ ആവറേജ് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് 15 days സാലറി പറയുമ്പോൾ 1/2 എന്ന് എടുത്തു അല്ലെ? 1/2 ഇൻറ്റു നമ്മൾ അവിടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? ബേസിക് സാലറി ഇൻക്ലൂഡ് ചെയ്യാം. DA if given under the terms പറഞ്ഞാൽ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ കമ്മീഷൻ, ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ, ഇത് മൂന്നുമാണ് നമ്മൾ എന്ത് ചെയ്യണത്? സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെ? ഇവിടെ സാലറി മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ 1/2 ഇൻറ്റു 65,000 ഇൻറ്റു എത്ര വർഷം കംപ്ലീറ്റഡ് ഇയർ മാത്രമേ നമ്മളിവിടെ എടുക്കുള്ളൂ. പാർട്ട് നമ്മളിവിടെ എടുക്കില്ല. അപ്പൊ 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ തേർഡ് ലിമിറ്റ് കിട്ടും അല്ലെ? ആ 3 ലിമിറ്റിൽ ഏതാണോ ലീസ്റ്റ് അതാണ് നമ്മൾ എക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെ? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി കാണിക്കുമ്പോൾ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് മൈനസ് ആ എക്സെപ്റ്റഡ് ലിമിറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി കിട്ടും. ക്ലിയർ ആയോ? നമ്മുടെ ക്വസ്റ്റ്യനില് ചന്ദ്രൻ പറഞ്ഞ ഒരാള് പ്രൈവറ്റ് എംപ്ലോയി ആണ്. അയാൾ 25 വർഷം സർവീസ് ചെയ്തു. അയാൾക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റി 9,23,800 ആണ് അല്ലെ? പിന്നെ അയാളുടെ 10 months ആവറേജ് സാലറി പറയുന്നത് 65,000 ആണെന്ന് പറഞ്ഞു അല്ലെ? ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇഫ് നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്നുള്ള കേസാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അല്ലെ? അപ്പൊ അത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് നോക്കുക? ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എത്രയാണ്? അത് rupees 9,23,800. സെക്കൻഡ് പോയിന്റ് rupees 20 lakh, അത് സെൻട്രൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്ത സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്. ദെൻ തേർഡ് പോയിന്റ് ആവറേജ് സാലറി ഫോർ 10 months ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട് 65,000. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൊന്നും വേണ്ട. എന്നാണോ റിട്ടയർ ചെയ്ത് അതിന് മുമ്പത്തെ 10 മാസത്തെ ആവറേജ് സാലറി എടുക്കണം എന്നാണ് റൂള്. പക്ഷെ നമുക്കിവിടെ ഡയറക്റ്റ് തന്നതുകൊണ്ട് ആ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ 65,000 ഇൻറ്റു, അപ്പൊ നമുക്ക് ഈ തേർഡ് പോയിന്റ് സെന്റൻസ് എന്താണെന്ന് വെച്ചാൽ 1/2 ഓഫ് അല്ലെ 1/2 month സാലറി based on average salary for 10 months immediately preceding retirement for every completed year of service എന്നാണ് സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ പറയാം. പക്ഷെ നമ്മൾ അതിൽ ഇക്വേഷൻ ആയിട്ട് എങ്ങനെ പഠിച്ചു അല്ലെ? 1/2 പറഞ്ഞാൽ എന്താണ്? 15 ദിവസത്തെ സാലറി 15/30 ആണ് ഈ 1/2 എന്ന് പറയുന്നത് നമ്മൾ. മനസ്സിലായോ? ഇൻറ്റു ആവറേജ് സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, അതാണ് നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ അതിനെ സാലറി ആദ്യം എഴുതി ഇൻറ്റു 1/2
1/2 പറഞ്ഞാൽ 15 days സാലറി എന്നുള്ളത് 1/2 ഓഫ് സാലറി മനസ്സിലായോ 1/2 എങ്ങനെ കിട്ടി 15/30 അതാണ് 1/2 അപ്പോൾ 65,000 ഇൻറ്റു 1/2 കൊണ്ട് 1/2 ഇൻറ്റു 25 years സർവീസ് അയാൾക്കുണ്ട് അല്ലെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി 8,12,500 എന്ന് കിട്ടി അപ്പോൾ ഈ മൂന്നെണ്ണത്തിലെ ലീസ്റ്റ് ഏതാണ് 8,12,500 ആണ് എക്സംപ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് അല്ലെ അപ്പൊ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എങ്ങനെ കാണാം ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് മൈനസ് എക്സംപ്ഷൻ ലിമിറ്റ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എത്രയാണ് 9,23,800 മൈനസ് എക്സംപ്ഷൻ ലിമിറ്റ് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 8,12,500 അപ്പൊ അത് മൈനസ് ചെയ്തപ്പോൾ 1,11,300 ആണ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എന്ന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കണം മനസ്സിലായോ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യാം 10 months ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അല്ലേ റിട്ടയർ ചെയ്തതിന് തൊട്ട് മുമ്പത്തെ 10 മാസത്തെ സാലറി കണ്ടുപിടിക്കുക ആ സാലറി ഡിവൈഡ് ബൈ 10 ചെയ്യണം അല്ലേ അപ്പോൾ ആവറേജ് സാലറി പെർ മന്ത് നമുക്ക് കിട്ടും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം ആ ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ അയാൾക്ക് ഇൻക്രിമെന്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മാറ്റങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്യണത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ മിസ്റ്റർ രാജ് received a gratuity of rupees 11,23,000 when he retired from a private firm after serving for 35 years and 9 months. On his retirement on 3/6/2019, his basic pay was rupees 75,000 per month. DA bracket as per terms of employment rupees 12,000 per month and HRA 2,000 per month. Annual increment of rupees 2,000 per month falls due on 1st January every year. Compute the exempted gratuity and taxable gratuity if first point he is covered by Payment of Gratuity Act. Then second point not covered by Payment of Gratuity Act. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ രണ്ട് കേസിൽ നോൺ ഗവൺമെന്റ് എംപ്ലോയിന്റെ കേസിൽ രണ്ട് കേസ് ഉണ്ട് അല്ലെ കവേർഡ് അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടും നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ആക്ടിവിറ്റി ആക്ട് എന്നുള്ള കേസാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് കേസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം അതിലൊരു വ്യത്യാസം മാത്രം നമ്മൾ ചെയ്ത് രണ്ട് പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് പക്ഷേ ഇവിടെ ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യല് അല്ലെ റിട്ടയർ ചെയ്ത് എന്നാണോ അതിന് തൊട്ട് മുമ്പുള്ള 10 മാസത്തെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിവിഷൻ വരുന്നത് ജാനുവരിയിലാണ് അല്ലെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ 10 മാസം സാലറി കാൽക്കുലേറ്റ് ചെയ്യണം അതൊരു ഡിഫിക്കൽട്ടി മാത്രമേ നമ്മളിവിടെ ഫേസ് ചെയ്യുള്ളൂ വേറൊരു പ്രോബ്ലംസും ഇവിടെ ഇല്ല അപ്പൊ ഈസി ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കുക ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടെന്ന് ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കുക അയാൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടിയിരിക്കുന്നത് 11,23,000 ആണ് പിന്നെ അയാൾ എത്ര വർഷം സർവീസ് ചെയ്തു 35 years and 9 months അല്ലെ അപ്പൊ കവേർഡ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം നമ്മൾ 36 years എടുക്കും മറ്റേതിൽ 35 years എടുക്കും അത് ഓർത്ത് വെക്കുക പിന്നെ അയാളുടെ ബേസിക് സാലറി പറയുന്നത് 75,000 പെർ മന്ത് ആണ് അല്ലെ പിന്നെ അയാളെ ഡി എ ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ആദ്യത്തെ കേസിൽ എടുക്കും പറഞ്ഞാൽ മാത്രമേ സെക്കൻഡ് കേസിൽ എടുക്കുള്ളൂ പിന്നെ HRA പറഞ്ഞാൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല അല്ലെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുകയാണ് അത് നമ്മൾ ബേസിക് സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കാറില്ല ദെൻ അടുത്തത് ആനുവൽ ഇൻക്രിമെന്റ് പിന്നെ അടുത്ത ഓർക്കേണ്ടത് നമ്മുടെ ആനുവൽ ഇൻക്രിമെന്റ് ഓഫ് 2,000 ആണ് അത് ഏത് വർഷത്തിലാണ് ഡ്യൂ ആവുന്നത് ജാനുവരി എവരി ഇയറിൽ ജാനുവരിയിലാണ് അത് റിവിഷൻ വരുന്നത് അത് മാത്രം ഓർക്കുക മനസ്സിലായോ ഇനി എങ്ങനെ അത് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യാം if the provisions of the Payment of Gratuity Act is applicable എന്നുള്ള കേസാണ് അതിൽ ഫസ്റ്റ് പോയിന്റ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 11,23,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സെക്കൻഡ് വൺ ₹20 lakh അല്ലെ ഫിക്സ്ഡ് എമൗണ്ട് ആണ് സെൻട്രൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്ത സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ് ദെൻ തേർഡ് പോയിന്റ് ദാറ്റ് ഈസ് നമുക്ക് 15/26 ഇൻറ്റു നമുക്ക് ലാസ്റ്റ് ഡ്രോൺ സാലറിയാണ് ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓഫ് പാർട്ട് ദർ ഇൻ എക്സസ് ഓഫ് 6 months ആണ് നമ്മുടെ ഇക്വേഷൻ അപ്പൊ അതിൽ നമുക്ക് ലാസ്റ്റ് ഡ്രോൺ സാലറി പറയണത് നമുക്ക് റിട്ടയർമെന്റ് സ്ഥലത്ത് നമ്മൾ സാലറി ഡ്രോ ചെയ്തത് ബേസിക് സാലറി 75,000 DA ഇഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് കൊണ്ട് തന്നിട്ടുണ്ട് അപ്പൊ അത് 12,000 അത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ 87,000 ആണ് HRA നമ്മളിവിടെ എടുക്കുന്നില്ല പിന്നെ 15/26 എഴുതി ദെൻ എത്ര വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്തു 35 വർഷം 9 മാസം തന്നെ നമ്മൾ എന്തായിട്ട് എടുത്തു 36 വർഷം എടുത്തു അപ്പൊ നമുക്ക് കിട്ടണത് 18,06,923 എന്നാണ് അപ്പൊ ഇതിലെ ലീസ്റ്റ് ഏതാണ് therefore exempted amount of gratuity പറയുന്നത് എത്രയാണ്
11,23,000 ആണ്. Therefore, taxable gratuity is equal to actual gratuity received minus exemption limit അല്ലെങ്കിൽ exempted amount. അപ്പോൾ അത് actual gratuity 11,23,000 ആണ്. അതേപോലെ exempt ചെയ്ത എമൗണ്ടും അത് തന്നെയാണ്. അപ്പൊ taxable gratuity nil. ഇതാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. മനസ്സിലായോ? സെക്കൻഡ് കേസ്, if the provisions of the payment of gratuity act is not applicable എന്നുള്ള കേസാണ് അല്ലെ. അതിൽ ഫസ്റ്റ് പോയിന്റ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എത്രയാണ്? ₹11,23,000. സെക്കൻഡ് പോയിന്റ് ₹20 lakh അല്ലെ. അത് ഫിക്സഡ് എമൗണ്ട് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്ത സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ്. അടുത്തത് 1/2 months salary based on average salary of 10 months immediately preceding the month of retirement for every completed year of service only. അതാണ് നമ്മൾ പറയുന്നത് അല്ലെ ഇക്വേഷനില്. അപ്പൊ അവിടെ 1/2 പറയുമ്പോൾ 1/2 അല്ലെ 15 days സാലറി ആണ് നമ്മൾ പറഞ്ഞത്. 15 ഡിവൈഡ് ബൈ 30 പറയുമ്പോൾ എന്ത് കിട്ടി? 1/2 കിട്ടി. 1/2 കിട്ടി. പിന്നെ ആവറേജ് സാലറി പെർ മന്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ആ മന്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിട്ടയർമെന്റ് സമയത്ത് നമ്മുടെ സാലറി 75,000 ആണ് അല്ലെ. പിന്നെ റിവിഷൻ വരികയാണ്. റിവിഷൻ വന്നിട്ടാണ് ഈ 75,000 ആയിരിക്കുന്നത് അല്ലെ. ഓരോ വർഷവും റിവിഷൻ വരുന്നത് ജനുവരിയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2,000 രൂപയാണ് റിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ സർവീസ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് പറയുമ്പോൾ 35 വർഷവും 9 മാസമാണ് പറയുന്നത് ക്വസ്റ്റ്യനിൽ. പക്ഷെ നമ്മൾ കംപ്ലീറ്റഡ് ഇയർ എടുക്കാറുള്ളൂ. അപ്പോൾ 35 ഇയേഴ്സിനെ എടുക്കുള്ളൂ. ഇനി എങ്ങനെയാണ് ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. വർക്കിംഗ് നോട്ട്സ് നോക്കുക. ആവറേജ് സാലറി ഈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് സമയത്തിൽ നമുക്ക് സാലറി 75,000 ആണ് അല്ലെ. ഓരോ റിവിഷൻ വരുന്നത് ജാനുവരിയിലാണ് അല്ലെ. അപ്പൊ ജാനുവരി തൊട്ടിട്ട് നമ്മൾ റിട്ടയർ ചെയ്യണത് ജൂൺ 3-നാണ് നമ്മൾ റിട്ടയർ ചെയ്യുന്നത്. അപ്പൊ ജൂണിൽ എടുക്കേണ്ട അതിന് മുമ്പത്തെ 10 മാസത്തെയാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മള് മെയ്, ഏപ്രിൽ, മാർച്ച്, ഫെബ്രുവരി, ജാനുവരി ബാക്കിലോട്ട് എഴുതി. അപ്പൊ 5 മാസം കിട്ടിയില്ലേ അല്ലെ. ജാനുവരിയിലാണല്ലോ റിവിഷൻ വരുന്നത്. ആ 5 മാസം അയാളുടെ സാലറി എത്രയായിരിക്കാം? 75,000 ആയിരിക്കാം. മനസ്സിലായോ? അപ്പൊ നമുക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്തെ സാലറി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 75,000 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ ജൂൺ 3-നാണ് റിട്ടയർ ചെയ്ത് പറഞ്ഞത്. അതിന് മുമ്പത്തെ 10 മാസം നമ്മൾ എടുക്കേണ്ടത്. മനസ്സിലായോ? പക്ഷെ റിവിഷൻ വരുന്നത് എന്ന് തൊട്ടാണ്? ജനുവരി തൊട്ടാണ്. അപ്പൊ ഞാൻ ബാക്കിലോട്ട് എഴുതി മെയ്, ഏപ്രിൽ, മാർച്ച്, ഫെബ്രുവരി, ജാനുവരി. ഈ 5 മാസത്തെ അയാളുടെ സാലറി 75,000 ആണ്. 75,000 × 5 എന്ന് വന്നു. അത് 3,75,000 ആണ്. പിന്നെയുള്ള 5 മാസത്തെ സാലറി അയാൾക്ക് 73,000 ആണ് അല്ലെ. നമുക്ക് റിട്ടയർ ചെയ്യുമ്പോൾ 75,000 ആണ്. ഇൻക്രിമെന്റ് കിട്ടുന്നത് ഓരോ ജാനുവരിയിലാണ്. അപ്പൊ അതിന് മുമ്പത്തെ ജാനുവരിയിൽ കുറയ്ക്കണ്ടേ? 2,000 രൂപ കുറച്ചാലേ 73,000 എന്നല്ലേ വേണ്ടത്. അപ്പൊ നമ്മള് അത് ഏതൊക്കെ മാസമാണ്? ഡിസംബർ, നവംബർ, ഒക്ടോബർ, സെപ്റ്റംബർ, ഓഗസ്റ്റ്. ഓഗസ്റ്റ് തൊട്ടിട്ട് ഡിസംബർ വരെയുള്ള 5 മാസം. 10 മാസത്തെ നമുക്ക് എടുക്കുള്ളൂ. അപ്പോൾ 73,000 × 5 അതെന്ത് കിട്ടി? 3,65,000 കിട്ടി. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ നമുക്ക് സാലറി കിട്ടുന്നത് 7,40,000 ആണ്. അതിന്റെ ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ എത്ര മാസങ്ങൾ എടുത്തു? 10 മാസം എടുത്തു. ഡിവൈഡ് ബൈ 10 ചെയ്ത് ആവറേജ് കിട്ടില്ലേ? ആവറേജ് സാലറി പെർ മന്ത് കിട്ടില്ലേ? 7,40,000 ഡിവൈഡ് ബൈ 10 ചെയ്തപ്പോൾ 74,000 ആണ് നമ്മുടെ ആവറേജ് ബേസിക് പേ കിട്ടിയത് അല്ലെ. അപ്പൊ നമുക്ക് ആവറേജ് സാലറി എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്? ആവറേജ് ബേസിക് പേയും ഉണ്ട്. നമ്മുടെ DA ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 74,000 പ്ലസ് 12,000 പറയുമ്പോൾ നമുക്ക് എന്ത് വന്നു? 86,000. അങ്ങനെയാണ് ഇവിടെ 86,000 എന്ന് വന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മള് റിട്ടയർമെന്റ് എന്നാണോ റിട്ടയർ ചെയ്യണം ആ ഡേറ്റ് എടുക്കുക. അതിന് തൊട്ട് മുമ്പത്തെ 10 മാസം നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് എന്നാണോ റിവിഷൻ വരുന്നത് നോക്കുക. റിവിഷൻ വരുമ്പോൾ ആ റിട്ടയർമെന്റ് സമയത്തെ സാലറി എടുക്കുക. അതിന് മുമ്പ് അതിന് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത് മൈനസ് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ അവിടെ 73,000 കിട്ടിയില്ലേ നമുക്ക്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ആവറേജ് സാലറി പറഞ്ഞിട്ട് 10 മാസം സാലറി എടുക്കാനാണ് നമ്മുടെ റൂളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റിട്ടയർ ചെയ്ത മാസത്തിൽ തൊട്ട് മുമ്പത്തെ 10 മാസം നമ്മൾ എഴുതി വെക്കുന്നു. അതിൽ ജനുവരി തൊട്ട് റിവിഷൻ വന്നാൽ ജനുവരി തൊട്ടാകുമ്പോൾ നമുക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് 75,000 ആണ്. അപ്പൊ അതിന് മുമ്പ് എന്തായിരിക്കും? ആനുവൽ ഇൻക്രിമെന്റ് 2,000 ഉള്ളോ? 2,000 കൂടിയതാണ്. അപ്പൊ അതിന് 2,000 കുറച്ചാൽ ഇതിന് മുമ്പത്തെ വർഷത്തെ സാലറി നമുക്ക് കിട്ടിയില്ലേ? അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാൻ. ഇവിടെ നമുക്ക് 86,000 × 1/2 × 35 പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 15,05,000 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഈ 3-ല് ലീസ്റ്റ് എമൗണ്ട് ഏതാണ്? 11,23,000 ആണ്. For exempted amount of gratuity is 11,23,000 എഴുതി. Then taxable gratuity is equal to actual gratuity received minus exempted amount ആണ് അല്ലെ. അപ്പൊ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എത്രയാണ്? 11,23,000 ലെസ്
എക്സംപ്റ്റഡ് എമൗണ്ട് അപ്പോൾ എത്രയാണ് 11,23,000. രണ്ട് സെയിം ആണ്. അപ്പോൾ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എന്താണ്? നില്ലാണ്. മനസ്സിലായോ? ഇതാണ് നമ്മളുടെ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ഈസ് നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള കേസിലെ ആൻസർ. രണ്ടിലും നമുക്ക് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി നില്ലാണെന്നാണ് കിട്ടിയത്. പക്ഷേ ആവറേജ് മന്ത് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം ഇവിടെ. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.